നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബിസിനസ് ഗൂഗിൾ പേ അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണക്കാരാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ ഗൂഗിൾ പേ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷേ ഗൂഗിൾ പേയുടെ സ്റ്റാൻഡ് അടക്കം QR കോഡ് നമുക്ക് ലഭിച്ചാലോ, അതും സൗജന്യമായി നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ബിസിനസ് അക്കൗണ്ടിൽ നിന്നും സൗജന്യമായി ഇത് അയച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഓർഡർ ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ QR കോഡ്, ഗൂഗിൾ പേയുടെ QR കോഡ് ഒരു സ്റ്റാൻഡ് അടക്കം നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതാണ്, നിങ്ങളുടെ അഡ്രസ്സിൽ. അപ്പം അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ പേയുടെ QR കോഡ് സ്റ്റാൻഡ് അടക്കം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ലിങ്കിലേക്കാണ് വരുന്നത്. ഇതൊരു ആപ്ലിക്കേഷനാണ്, ഗൂഗിൾ പേ ഫോർ ബിസിനസ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്. ഇത് ഇൻസ്റ്റാൾ കൊടുക്കണം. ഞാൻ ഇൻസ്റ്റാൾ കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആകുന്നതാണ്. 26 MB മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷന് സൈസ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഗെറ്റ് എ QR കോഡ് അറ്റ് നോ പ്രൈസ് അല്ലെങ്കിൽ നോ കോസ്റ്റ് ആൻഡ് ആക്സെപ്റ്റ് പേയ്മെൻറ്റ് ഫ്രം എനി UPI. ഏത് UPI വേണമെങ്കിലും നമുക്ക് ഇതുവഴി QR കോഡ് സ്കാൻ ചെയ്തിട്ടും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു ക്യാഷും കൊടുക്കാതെ തന്നെ നമുക്ക് QR കോഡ് നമ്മുടെ വീട്ടിൽ എത്തും എന്നാണ് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്കിലേക്ക് പണം വരും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ബിസിനസ് ആണെങ്കിൽ അത് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളതും ഒക്കെ കണ്ടെത്താൻ വളരെ സുഖമായി കഴിയും എന്നാണ് പറയുന്നത്. സപ്പോർട്ട് 24 മണിക്കൂറും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതും 7 ഇന്ത്യൻ ലാംഗ്വേജിൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് ഒരു ഇമെയിൽ ID സെലക്ട് ചെയ്യാനുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ ID ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. അവിടെ കാണുന്ന ആ ഒരു ഏരോ കീയിൽ ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇമെയിൽ ഏതാണ് എന്നുള്ളത് അതിൽ നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ടാകും. അതിനുശേഷം നേരെ താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ആ ഒരു ബ്ലൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാകും. അതൊക്കെ എലോ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിൽ സെറ്റപ്പ് എ ബിസിനസ് എസ് ഓണർ എന്നുള്ള രീതിയിലാണോ, ഇനി അതല്ല ജോയിൻ എ ബിസിനസ് എസ് എ സ്റ്റാഫ് എന്നുള്ള രീതിയിലാണോ നിങ്ങൾ ഈ Gpay ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ സ്വന്തമായി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ആദ്യം കാണുന്ന സെറ്റപ്പ് എ ബിസിനസ് എസ് ഓണർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ കൺട്രി കോഡ് ഏതാണ് എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യാനും ഉണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ നോക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരെ മൊബൈൽ നമ്പർ ശരിയായി എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. വെരിഫൈയിങ് മൊബൈൽ നമ്പർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് രജിസ്റ്റേർഡ് ബിസിനസ് നെയിം ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ പേര് അടിച്ചു കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ അടിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ നെയിം തന്നെ അടിച്ചു കൊടുക്കുകയാണ്. ഡാഡൂസ് കോർണർ എന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ബിസിനസ് ഓണർ നെയിം ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേര് തന്നെ അടിച്ചു കൊടുക്കുക. തൊട്ട് മുമ്പേ ചോദിച്ചിട്ടുള്ള ബിസിനസ് നെയിം പേരാണ് കൊടുത്തതെങ്കിലും നിങ്ങൾക്ക് ഇവിടെയും നിങ്ങളുടെ പേര് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബിസിനസ് ഏത് കാറ്റഗറി ആണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സോളോ ആയിട്ട് ഒറ്റയ്ക്കാണോ ഈ ബിസിനസ് ചെയ്യുന്നത്, ഇനി അതല്ല രണ്ടാമത്തെ ഓപ്ഷൻ പാർട്ട്ണർഷിപ്പ് ആയിട്ടാണോ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ എന്നുള്ള 4 ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സോളോ എന്നുള്ളത് ആദ്യത്തേത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ കൊടുക്കുന്നു.
ഇപ്പോൾ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ബിസിനസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ക്രോക്കറി ആണോ, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് റെസ്റ്റോറൻ്റ് ആണോ, ഇലക്ട്രോണിക്സ് ആൻഡ് ഹാർഡ്വെയർ ആണോ, ക്ലോത്തിങ് ആൻഡ് ഫാഷൻ ആണോ, ഓട്ടോമൊബൈൽ ആൻഡ് ഫ്യൂൽ ആണോ, ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ആണോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഹാർഡ്വെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ തന്നെ കുറച്ചുകൂടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ബിസിനസ് ലൊക്കേഷൻ്റെ മാപ്പ് ചോദിക്കുന്നുണ്ട്. കൺഫേം ഓൺ മാപ്പ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമ്മുടെ ഗൂഗിൾ മാപ്പിലേക്ക് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റെഡ് ഇൻഡിക്കേഷൻ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ പേരിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുകയോ, ഇനി അതല്ല യൂസ് മൈ കറണ്ട് ലൊക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതാണ്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഞാനിവിടെ ഡാഡൂസ് കോർണർ എന്ന് പറയുന്ന ഇതുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മൾ ആ റെഡ് ഇൻഡിക്കേഷൻ വെച്ച് കൊടുക്കുന്നു. കൺഫേം ബിസിനസ് ലൊക്കേഷൻ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ കൺഫേം ആയിട്ടുണ്ട്. ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോപ്പ് നമ്പർ അല്ലെങ്കിൽ ബിൽഡിംഗ് നെയിം ചോദിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ഷോപ്പിൻ്റെ ബിൽഡിംഗ് നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ വീടാണെങ്കിൽ വീട്ടിൻ്റെ നമ്പർ അടിച്ചാലും മതി. നമ്പർ അടിച്ചു കൊടുത്തു. അതിനുശേഷം സ്ഥലത്തിൻ്റെ പേരും ഒന്ന് അടിച്ചു കൊടുത്തേക്കുക. സ്ഥലത്തിൻ്റെ പേരും ഞാൻ അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം നേരെ താഴെ റോഡ് നെയിം ഏരിയ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലം ഏതാണ് എന്നുള്ളത് ഒന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം നേരെ താഴെ കണ്ടിന്യൂ ബട്ടൺ കാണിക്കുന്നുണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഫോട്ടോ എടുത്ത് മൊബൈലിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗാലറിയിൽ പോയിട്ടും നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അപ്ലോഡ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള പാൻ കാർഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്ലോഡ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ടേക്ക് എ ഫോട്ടോ ഉണ്ട്, അതേപോലെ തന്നെ ചൂസ് ഇമേജ് ഉണ്ട്. ടേക്ക് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചൂസ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വരുന്നതാണ്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഗാലറിയിലുള്ള നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ പാൻ കാർഡ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ പാൻ കാർഡ് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നതാണ്. ഇനി അഥവാ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെ GST ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി. ഇനി അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ സെലക്ട് യുവർ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാൻ വരും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബാങ്കുകളുടെ പേരുകൾ കാണിക്കുന്നുണ്ടാകും. എല്ലാ ബാങ്കും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ബാങ്ക് നെയിം എന്നുള്ളിടത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവിടെ വരുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ SBI ആണ് എൻ്റെ ബാങ്ക്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഏത് ബ്രാഞ്ചിലാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രാഞ്ചിൻ്റെ പേര് ഇവിടെ താഴെ വരുന്നതാണ്. ഇനി അതല്ലെങ്കിൽ സെർച്ച് ബോക്സിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സ്ഥലം അടിച്ചു കൊടുത്താൽ മതി. ബാങ്ക് നിൽക്കുന്ന സ്ഥലം ഏതാണ് എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കുന്നമംഗലത്ത് തന്നെ 2 ബാങ്ക് ഉണ്ട്, SBIയുടെ ബാങ്ക്. അതിൽ നമ്മുടെ IFSC കോഡ് ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് എൻ്റെ IFSC കോഡ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, അത് ഇവിടെ അടിച്ചു കൊടുക്കുക. അതടിച്ചു കഴിഞ്ഞതിന് ശേഷം ഫൈൻഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ഫൗണ്ട് ഫോർ മിസ്റ്റർ സൂരജ് C എന്ന് പറഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ഇവിടെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് കൺഫേം ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു.
ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ സമ്മറി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന ഈ ഒരു പെൻ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് വായിച്ചതിന് ശേഷം സ്പെല്ലിംഗ് ഒക്കെ തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഒരു പെർമിഷനും കൂടെ ചോദിക്കുന്നുണ്ട്, എലോ കൊടുക്കുന്നു. യുവർ ബിസിനസ് ഈസ് അണ്ടർ റിവ്യൂ എന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇയർലി നമ്മുടെ അക്കൗണ്ടിൽ ടേൺ ഓവർ എത്രയാണ്, 20 ലക്ഷത്തിൻ്റെ താഴെയാണോ, ഇനി അതല്ല 20 ലക്ഷത്തിൻ്റെ മുകളിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ 20 ലക്ഷത്തിൻ്റെ താഴെ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൺഫേം കൊടുക്കുകയാണ്. താങ്ക്സ്, യുവർ KYC ഈസ് കംപ്ലീറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് താഴെ. ഇപ്പം നമ്മളുടെ ബിസിനസ് ഗൂഗിൾ പേ റെഡി ആയിട്ടുണ്ട്. ഇവിടെ റിസീവ്ഡ് ടുഡേ എന്ന് പറഞ്ഞ് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഒന്നും നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയോ സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ QR കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ക്വിക്ക് ലിങ്ക്സിൽ. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ QR കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ QR കോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക്. ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. QR കോഡ് സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ QR കോഡ് കാണുന്നതാണ്. നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ആരോടെങ്കിലും പേയ്മെൻറ്റ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ QR കോഡ് അയച്ചു കൊടുത്താൽ അവർ സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഓർഡർ QR കിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഓർഡർ QR കിറ്റ് അറ്റ് നോ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു ക്യാഷും കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ QR കോഡിൻ്റെ കിറ്റ് അതിൻ്റെ സ്റ്റാൻഡ് അടക്കം നമുക്ക് അയച്ചു തരുന്നതാണ് നമ്മുടെ അഡ്രസ്സിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. QR കോഡ് കിറ്റിൽ സ്റ്റാൻഡ്, അതേപോലെ തന്നെ ഒരു പോക്കറ്റ് QR, സ്റ്റിക്കർ ആൻഡ് മോർ ഐറ്റംസുകൾ ഇതിലുണ്ടാകും എന്നാണ് പറയുന്നത്. QR കോഡ് കിറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സാധനം നമ്മുടെ അഡ്രസ്സിൽ നമ്മുടെ വീട്ടിൽ സൗജന്യമായി എത്തും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തു കുറച്ച് കാലം കഴിയുന്ന സമയത്ത് അത് കേടായി പോയിട്ടുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇതേ രീതിയിൽ തന്നെ സൗജന്യമായി ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൺഫേം ഡെലിവറി അഡ്രസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ അഡ്രസ്സ് നേരത്തെ കൊടുത്തത് വന്നിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏരിയ ലൊക്കാലിറ്റി എന്നുള്ളതിൽ കുറച്ച് ഡീറ്റെയിലും കൂടെ ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് ആയതിനു ശേഷം അപ്ഡേറ്റ് അഡ്രസ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കൺഫേം കൊടുക്കുകയാണ്. കൺഫേമിങ് യുവർ അഡ്രസ് എന്ന് പറയുന്നുണ്ട്. ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഇന്നിപ്പോൾ ഡേറ്റ് ഓഗസ്റ്റ് 22 ഓഗസ്റ്റ് 29 മുന്നേ നമുക്ക് ഈ ഒരു QR കോഡ് വീട്ടിലെത്തും എന്നാണ് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഗോട്ട് ഇറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് പിറകോട്ട് തന്നെ പോകുന്നു. ഇവിടെ നമുക്ക് സപ്പോർട്ടും ബിസിനസ് ഇൻസൈറ്റും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാകും. നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്താനുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ നടത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതിനുള്ള മറുപടി പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.